Can you answer these questions using this picture? Approximately what fraction of the world population is that of India? ഇന്ത്യയുടെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ അതേ സൈസിലുള്ള എത്ര പാർട്ടുണ്ട്? ഇതാണ് ഇന്ത്യയുടെ പാർട്ട് അല്ലേ? ഇതേ സൈസിലുള്ള എത്ര പാർട്സ് ഉണ്ട്? ഇങ്ങനെ ഒരു പാർട്ട് ഇതേ സൈസിലുള്ള ഒരു പാർട്ടാണ്. ഇങ്ങനെ വരച്ചാൽ മറ്റൊരു പാർട്ട് കിട്ടും. ഇങ്ങനെ വരച്ചാൽ ഇതേ സൈസിലുള്ള മറ്റൊരു പാർട്ട് കിട്ടും. ഇങ്ങനെ വരച്ചാൽ മറ്റൊരു പാർട്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? 1 2 3 4 5 6 പാർട്സ് ഉണ്ട്. അതിലൊരു പാർട്ടാണ് ഇന്ത്യയുടെ പാർട്ട് അല്ലേ? അതായത് 6 ഈക്വൽ പാർട്സിൽ ഒരു ഈക്വൽ പാർട്ടാണ് ഇന്ത്യയുടേത്. അപ്പോൾ 1/6 എന്ന് പറയാം. ഇന്ത്യയുടെ ഫ്രാക്ഷൻ എന്താ? 1/6. ഇനി ചൈനയുടെ കണ്ടുപിടിക്കണം. വാട്ട് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ചൈന? ചൈനയുടെ പാർട്ട് ഏതാണ്? ഈ ഓറഞ്ച് കളറിലുള്ളതാണല്ലേ ചൈനയുടെ. ഇതേ സൈസിലുള്ള എത്ര പാർട്ടുണ്ട്? ഇത് മറ്റൊരു പാർട്ടാണ് അതേ സൈസിലുള്ള. ഇത് ഏകദേശം അതേ സൈസിലുള്ള മറ്റൊരു പാർട്ടാണ്. ഇതൊരു മറ്റൊരു പാർട്ടാണ്. ഇത് ഇതേ സൈസിലുള്ള ഏകദേശം ഇതേ സൈസിലുള്ള മറ്റൊരു പാർട്ടാണ്. ടോട്ടൽ എത്ര പാർട്ടുണ്ട്? 1 2 3 4 5 6 ഈക്വൽ പാർട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് ചൈന അല്ലേ? അപ്പോൾ 1/6 എന്നെഴുതാം അല്ലേ? സോ ചൈനയുടേതും 1/6 ആണ്. അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് USA? അതായത് ഇന്ത്യയുടെ പാർട്ടിൻ്റെ ഏകദേശം എത്ര പാർട്ടാണ് USA എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്കറിയാം USA പാർട്ട് ഏതാണ്? ഇതാണല്ലേ. ഇതേ സൈസിലുള്ള എത്ര പാർട്ട് ഇന്ത്യയിലുണ്ടെന്ന് നോക്കാം. ഇന്ത്യയുടെ പാർട്ട് നമുക്കറിയാം. ഇതാണ് ഇന്ത്യയുടെ പാർട്ട്. ഓക്കെ, ഇതിൽ USA സൈസിൽ എത്ര പാർട്സ് ഉണ്ട്? ഇത് ഏകദേശം USA ഒരു പാർട്ടായി. ഇങ്ങനെ വരച്ചാൽ മറ്റൊരു പാർട്ടായി. ഇങ്ങനെ വരച്ചാൽ മറ്റൊരു പാർട്ടായി അല്ലേ? അപ്പോൾ ഏകദേശം എത്ര പാർട്സ് ഉണ്ട് USA സൈസിലുള്ള? 1 2 3 4 പാർട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ USA ഇങ്ങനത്തെ ഒരു പാർട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ 4 പാർട്സിൽ ഒരു പാർട്ടാണ് USA അല്ലേ? അപ്പോൾ 1/4 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദ കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ചൈന ആൻഡ് USA? അതായത് ഇന്ത്യ ചൈന USA കൂടി കൂട്ടിയിട്ട് ഈ മൂന്ന് കൺട്രീസിൻ്റെയും പാർട്സ് കൂട്ടിയാൽ ഏകദേശം ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്ര പാർട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് USA ചൈന ഇന്ത്യ. അപ്പോൾ ടോട്ടൽ എത്ര പാർട്ട്? ഇത്രയും പാർട്ടാണല്ലേ? ഈ പാർട്ടിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? USA ചൈന ഇന്ത്യ. ഇങ്ങനത്തെ എത്ര പാർട്സ് ഉണ്ട് ഈ ടോട്ടൽ പൈ ചാർട്ടിൽ? ഏകദേശം ഇതേ സൈസുള്ള 2 പാർട്സ് കൂടി ആയാലും ഇങ്ങനെ വെച്ചല്ലേ? അപ്പോൾ എത്ര പാർട്സ് ഉണ്ട് ഇതേ സൈസിലുള്ള? 1 2 3 പാർട്സ് ഉണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ USA ചൈന ഇന്ത്യയുടെ പാർട്ട് എത്ര വരുന്നുണ്ട്? ഈ 3 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ടാണല്ലേ ഇവയുടെ ടോട്ടൽ വരുന്നത്. ഈ 3 കൺട്രീസിൻ്റെ ടോട്ടൽ വരുന്നത് ഈ 3 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. The pie chart below shows how the total cultivable land in a panchayat is utilized for different kinds of crops. അതായത് താഴെ തന്നിട്ടുള്ള പൈ ചാർട്ടിൽ ഒരു പഞ്ചായത്തിലെ ലാൻഡ്സിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ക്രോപ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? വെജിറ്റബിൾസ്. ഗ്രീൻ റെപ്രസെൻ്റ് ചെയ്യുന്ന വെജിറ്റബിൾസാണ്. യെല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്ന റബ്ബറാണ്. ബ്ലൂ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലാന്റൈനാണ്. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ലാൻഡ് യൂസ്ഡ്? അപ്രോക്സിമേറ്റ്ലി വാട്ട് ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഈസ് ദിസ്? അതായത് ഈ പൈ ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കളറ് ഏതാണ്? ബേജ് കളറാണല്ലേ? പക്ഷേ അത് അതേഴ്സാണ്. അതൊരു ക്രോപ്പല്ല. മറ്റ് ക്രോപ്സ് ഇതിൽ പറയാത്ത ക്രോപ്സിൻ്റെ എല്ലാം കൂടി ടോട്ടലാണ് അതേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വലുത് ഏതാണ്? ഈ ഗ്രീൻ ആണല്ലേ? അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത് എന്താ? വെജിറ്റബിളാണ്. അപ്പോൾ അതാണ് മോസ്റ്റ് ലാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ക്രോപ്പിനാണ്? വെജിറ്റബിളാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വെജിറ്റബിളാണ് അല്ലേ? കാരണം ഇതിന് ഏറ്റവും കൂടുതൽ ലാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ പാർട്ട് വെജിറ്റബിളിൻ്റെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് യൂസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിനാണ്. ഇനി ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൈ ചാർട്ടിന് പെർപെൻഡിക്കുലറായിട്ട് 2 ഡയമീറ്റേഴ്സ് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ 2 പെർപെൻഡിക്കുലറായിട്ട് ഡയമീറ്റേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ
നമുക്ക് ഗ്രീൻ എത്ര പാർട്ട്, ഗ്രീൻ കളർ പാർട്ട് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 1 2 3 4 ഈക്വൽ പാർട്ട് ഉണ്ട്. അതിൽ ഒരു പാർട്ടാണ് എന്ത്, ഇത്രയും ഭാഗം അല്ലേ. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ്, 4 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ടാണ്. ഈ സർക്കിളിൻ്റെ 4 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ടാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രീൻ കളറിൻ്റെ പാർട്ടാണ് അല്ലേ. അപ്പോൾ 1/4ൻ്റെ കൂടെ കുറച്ച് പാർട്ട് കൂടി കൂടും അല്ലേ. എത്ര പാർട്ട് കൂടി, ഞാനിപ്പോൾ ഡോട്ടിൽ വരച്ചിട്ടില്ലേ, ഇത്ര പാർട്ട് കൂടി ആഡ് ചെയ്താലാണ് നമ്മുടെ ഗ്രീൻ കളർ പാർട്ട്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1/4 പാർട്ടില്ലേ, ഈ മാർക്ക് ചെയ്തിട്ടുള്ള 1/4 പാർട്ട്, അതിൽ ഇതേ സൈസിലുള്ള എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 1/4 പാർട്ടിൽ ഇതേ സൈസിലുള്ള എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതേ സൈസിലുള്ള ഒരു പാർട്ടായി. ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇതേപോലെ മറ്റൊരു പാർട്ടായി. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതേ സൈസിലുള്ള മറ്റൊരു പാർട്ടായി. ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇതേ സൈസിലുള്ള മറ്റൊരു പാർട്ടായി. ഇപ്പോൾ മറ്റൊരു പാർട്ടായി ഇതേ സൈസിലുള്ള. ഇങ്ങനെ വരച്ചാൽ ഇതേ സൈസിലുള്ള മറ്റൊരു പാർട്ടായി. ഇങ്ങനെ വരച്ചാൽ ഇതേ സൈസിലുള്ള മറ്റൊരു പാർട്ടായി. ഇങ്ങനെ വരച്ചാൽ ഇതേ സൈസിലുള്ള മറ്റു 2 പാർട്ടായി അല്ലേ. അപ്പോൾ ഈ 1/4 പാർട്ടിനകത്ത് ഇതേ സൈസിലുള്ള എത്ര പാർട്ടായി ഇപ്പോൾ, 1 2 3 4 5 6 7 8 9 അല്ലേ. ഇതേപോലെ 9 പാർട്സായി അല്ലേ. അപ്പോൾ ഇതിൽ ഒരു പാർട്ട് എത്ര വരും, ഇതിലൊരു പാർട്ട്, ഇപ്പോൾ നമ്മൾ 9 പാർട്സ് വരച്ചു അല്ലേ. ഈ 1/4 പാർട്ടിനകത്ത് 9 പാർട്സ് വരച്ചു. അത് എത്രയാണ്, അതിലൊരു പാർട്ട് എത്രയാണ്, ഈ 1/4 പാർട്ടിനെ അല്ലേ നമ്മൾ 9 പാർട്ടാക്കിയത്. അപ്പോൾ 1/4 ഇൻറ്റു എത്ര വരും, 9 പാർട്ടിൽ ഒരു പാർട്ടാണ് അല്ലേ. 1/4ൻ്റെ 9 പാർട്ടിൽ ഒരു പാർട്ടാണ് ഇത്. അപ്പോൾ ഇൻറ്റു 1/9 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, 1/4 ഇൻറ്റു 1/9 ആണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. അത് എത്രയാണ്, 1 × 1/4 × 9 അല്ലേ. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 9 36 അല്ലേ. അപ്പോൾ ഇതിൽ ഒരു പാർട്ട് എന്താ, 1/36 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗ്രീൻ പാർട്ടിൽ ഇങ്ങനത്തെ എത്ര പാർട്ടുണ്ട്, നമ്മൾ കണ്ടു ഇങ്ങനത്തെ ഒരു പാർട്ട് 1/36 ആണ്. അപ്പോൾ ഈ ഗ്രീൻ പാർട്ടിൽ ഇങ്ങനത്തെ എത്ര പാർട്സ് ഉണ്ട് നോക്കൂ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 പാർട്സ് ഉണ്ട് അല്ലേ. സോ പാർട്സ് ഓഫ് വെജിറ്റബിൾ എത്രയാണ്, ഒരു പാർട്ട് 1/36 ആണ്. അങ്ങനത്തെ എത്ര പാർട്സ് ഉണ്ട്, 10 പാർട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 10 × 1/36 അതെത്രയാണ്, 10/36. 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. ബൈ 36നെ നമുക്ക് 2 × 18 എന്ന് എഴുതാം. ന്യൂമറേറ്ററുള്ള 2 ഡിനോമിനേറ്ററുള്ള 2 ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ള എന്താ 5/18 ആണ് അല്ലേ. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. ഞാൻ അപ്രോക്സിമേറ്റിലാണ് ഈ സൈസൊക്കെ വരച്ചിട്ടുള്ളത്, അല്ലാതെ ആംഗിളൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു അപ്രോക്സിമേറ്റ് സൈസിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് ഈസ് യൂസ്ഡ്. ഏറ്റവും കുറവ് ലാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഏതിനാണ്, ഈ പൈച്ചാർട്ടിൽ ഏറ്റവും കുറവ് കളറുള്ളത് ഏതാണ്, ഈ ബ്രൗൺ ആണല്ലേ. ബ്രൗൺ പറയുന്ന റൈസിനാണല്ലോ. സോ ലീസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള റൈസാണ്. അതിൻ്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാർട്ട് ഒന്ന് എഴുതാം കേട്ടോ. ഫ്രാക്ഷൻ ഫോർ റൈസ് കാണാം. അതെത്രയാണ്, നമ്മൾ കണ്ടു ഇങ്ങനെ ഒരു ചെറിയൊരു പാർട്ട് എത്രയാണ്, 1/36 ആണെന്ന് നമ്മൾ കണ്ടല്ലേ, ഇവിടെ കണ്ടല്ലോ. ഇങ്ങനെ ഒരു പാർട്ടിൻ്റെ സൈസ് 1/36 ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഹാഫ് അല്ലേ ഈ ബ്രൗൺ കളറിൽ വരുന്നത് അല്ലേ. അപ്പോൾ 1/36ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/36 ഇൻറ്റു ഹാഫ് അല്ലേ. സോ ആൻസർ ഈസ് 1/36 ഇൻറ്റു ഹാഫ്. അതിൻ്റെ ഹാഫ് അല്ലേ, അതിൻ്റെ ഒരു പകുതി സൈസല്ലേ ഇതിന് വരുന്നത് ബ്രൗൺ കളറ്. അപ്പോൾ അതെത്ര വരും, 1/36. 1 × 1/36 × 2. 36 × 2 എത്രയാണ്, 72 ആണല്ലേ. സോ പാർട്സ് ഫോർ റൈസ് ഏകദേശം 1/72 ആയിട്ടാണ് വരുന്നത്. ഏകദേശമാണ് കേട്ടോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം സൈസൊക്കെ വെച്ചിട്ട് നമ്മൾ പാർട്സ് ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഈസ് യൂസ്ഡ് ഫോർ റബ്ബർ.
ഓക്കെ, റബ്ബറിൻ്റെ ഫ്രാക്ഷൻ ഏകദേശം എത്ര വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഈ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്രയും പാർട്ട് 1/4 ആണെന്ന് അറിയാം അല്ലേ. 4 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ടാണ് ഇത്, ഇത്രയും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് 1/4 അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ യെല്ലോ പാർട്ട്. കുറച്ച് കുറവുണ്ട്. എത്ര കുറവുണ്ട്? ഞാൻ ഈ ഡോട്ടഡ് ലൈനിൽ വെച്ചിട്ടുള്ള ഒരു പാർട്ടില്ലേ, ആ 1/4 പാർട്ടിൽ നിന്നും ഒരു പാർട്ട് കുറവുണ്ട് അല്ലേ. ഒരു ചെറിയ പാർട്ട് എത്ര നമ്മൾ കണ്ടല്ലോ, 1/4 × 1/9 ആണ്, അതായത് 1/36 ആണ് അല്ലേ. ഇത്രയും പാർട്ട് എന്താ 1/36 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ 1/4 പാർട്ടിൽ നിന്നും 1/36 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? യെല്ലോ പാർട്ട് കിട്ടും അല്ലേ. യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് എന്താ, ഈ 1/4 മൈനസ് 1/36 ആണ്. അതെത്രയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ യെല്ലോ കളർ എടുക്കാൻ കാരണം റബ്ബറിൻ്റെ കളറ് യെല്ലോ ആണ്, അതുകൊണ്ടാണ് നമ്മൾ റബ്ബർ യെല്ലോ പാർട്ട് എടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് 1/4 മൈനസ് 1/36 ആണ് നമ്മൾ കണ്ടല്ലോ. അത് എത്രയാണ്? ഫ്രാക്ഷൻസ് എങ്ങനെ മൈനസ് ചെയ്യാം? 1 × 36, അത് എത്രയാണ്? 36. നടുക്കുള്ള സൈന് മൈനസ്, പിന്നെ 4 × 1, 4/4 × 36. ദാറ്റ് ഈസ് 36 മൈനസ് 4 എത്ര? 32 ആണല്ലേ. 32 മൈനസ് 4 × 36, ദാറ്റ് ഈസ് 32 എന്ന് വെച്ചാൽ എന്താ? 8 × 4 ആണല്ലേ, /4 × 36. അപ്പോൾ ന്യൂമറേറ്ററുള്ള 4ഉം ഡിനോമിനേറ്ററിലുള്ള 4 ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള 8/36 ആണ്. 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം, 36നെ നമുക്ക് 4 × 9 എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററുള്ള 4ഉം ഡിനോമിനേറ്ററിലുള്ള 4ഉം ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താ? 2/9 അല്ലേ. അപ്പോൾ അപ്രോക്സിമേറ്റ് എത്രയാണ് പാർട്ട്? 2/9 എന്നെടുക്കാം.